ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ആരോഗ്യകരവും ഗുണങ്ങൾ ഏറെയുള്ളതുമായ ഒന്നാണ് മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും. നിങ്ങൾ ഈ കാണുന്നത് മുരിങ്ങയുടെ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ചെടുത്ത ഒരു മുരിങ്ങയാണ് നിങ്ങൾ ഈ കാണുന്നത്. മുരിങ്ങയുടെ കമ്പ് മുറിച്ച് നട്ട് നമുക്ക് മുരിങ്ങ പൊടിപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ മിക്ക വീടുകളിലും ഉപയോഗിക്കുന്ന ഒരിനമാണ് മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയും. മൊറിംഗേസി എന്ന സസ്യകുടുംബത്തിലെ ഏക ജനുസായ മൊറിംഗയിലെ ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന ഒരു സ്പീഷീസാണ് മുരിങ്ങ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൊറിംഗ ഒളൈഫറ എന്നാണ്. കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് മുരിങ്ങ. പല പ്രദേശങ്ങളിലും വ്യത്യസ്ത ഇനം മുരിങ്ങകളാണ് വളരുന്നത്. സങ്കരയിനം മുരിങ്ങകളും ഇന്ന് ലഭ്യമാണ്. അതീവ പോഷകസമൃദ്ധവും ഏറെ ആരോഗ്യകരവുമാണ് മുരിങ്ങ. പോഷകാഹാരക്കുറവുള്ളവർക്കും ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഭക്ഷണത്തിൽ മുരിങ്ങയിലയും മുരിങ്ങയ്ക്കായും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതിനാൽ വീടുകളിൽ മുരിങ്ങ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണ്. പണ്ട് കാലത്ത് മുരിങ്ങ ഇല്ലാത്ത വീടുകളില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും മുരിങ്ങയുടെ ശരിയായ ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി അറിയില്ല. വിദേശ രാജ്യങ്ങളിൽ മുരിങ്ങ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വളരെ വേഗം വളരുന്നതും വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളതുമായ ഒരു മരമാണ് മുരിങ്ങ. മുരിങ്ങയുടെ തദ്ദേശമെന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ തെക്കൻ ചരിവുകൾ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ജാഫന, ചവക്കച്ചേരി, ചെമ്മുരിങ്ങ, കാട്ടുമുരിങ്ങ, കൊടിക്കാല് മുരിങ്ങ എന്നിവയാണ് മുരിങ്ങയുടെ പ്രധാന ഇനങ്ങൾ. AD4, KM1 എന്ന 2 ഇനങ്ങൾ കൂടിയുണ്ട്. ഇത് തമിഴ്നാട് കാർഷിക സർവകലാശാലയിലാണ് വികസിപ്പിച്ചത്. സൂര്യപ്രകാശം കൂടുതലുള്ള സ്ഥലത്താണ് മുരിങ്ങ തഴച്ചു വളരുന്നത്. നല്ല ഇനം മുരിങ്ങയ്ക്ക ഏകദേശം 1 മീറ്റർ നീളം വരെ ഉണ്ടാവും. ഒരു മുരിങ്ങയ്ക്കായിൽ ഏകദേശം 20ഓളം വിത്തുകൾ കാണപ്പെടുന്നു. ലോകത്ത് മുരിങ്ങക്കൃഷിയിൽ 1-ാം സ്ഥാനം ഇന്ത്യയ്ക്കാണ്. 380 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശാണ് മുരിങ്ങ കൃഷിയിൽ ഏറ്റവും മുന്നിൽ. അത് കഴിഞ്ഞാൽ കർണാടകവും തമിഴ്നാടുമാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമൃദ്ധമായി ഉള്ളതിനാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് തടയുന്നതിന് മുരിങ്ങയില വളരെ നല്ലതാണ്. സാധാരണ മുരിങ്ങയില, മുരിങ്ങയുടെ കായ, മുരിങ്ങയുടെ പൂവ് എന്നിവയാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. മുരിങ്ങയുടെ കുരുവിൽ നിന്നും എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. നല്ല മൂപ്പെത്തിയ അല്ലെങ്കിൽ നല്ല മുറ്റിയ മുരിങ്ങയ്ക്കായുടെ കുരുവിൽ നിന്നാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. 1 ഹെക്ടർ പ്രദേശത്ത് മുരിങ്ങയ്ക്കായുടെ കുരുവിൽ നിന്നും 250 ലിറ്റർ എണ്ണ വരെ ലഭിക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുവാനും മുടിയിലും ചർമ്മത്തിൽ തേയ്ക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ മുരിങ്ങയില പൊടി ഒരു പോഷകാഹാരമായി ഉപയോഗിച്ചു വരുന്നു. ഈ മുരിങ്ങയ്ക്കായിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മുരിങ്ങ എണ്ണ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മുരിങ്ങ എണ്ണയിൽ വലിയ തോതിൽ ബെഗനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ എണ്ണ ഉണ്ടാക്കിയ ശേഷം വരുന്ന അവശിഷ്ടം വളമായും വെള്ളം ശുദ്ധീകരിക്കാനും ഉപയോഗിക്കുന്നു. വേര്, തൊലി, ഇല, കായ്, പൂവ്, വിത്തുകൾ എന്നിവയാണ് മുരിങ്ങയുടെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. തീർച്ചയായും നമ്മുടെ വീടുകളിൽ ഒരു മുരിങ്ങയെങ്കിലും നട്ടുപിടിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.